എങ്കിലും എൻ്റെ അമ്മ എന്താ ഇങ്ങനെ? അമ്മയോട് പറഞ്ഞിട്ടല്ലേ ഞാൻ ലോൺ എടുത്തത്. ഞങ്ങളുടെ ലൂസി മോളെ കെട്ടിച്ചുവിടെ 3 ലക്ഷം രൂപ. 4 കൊല്ലം കഴിഞ്ഞമ്മ ആദ്യത്തെ 2 അടവടച്ചു. പിന്നെ ലോൺ അടയ്ക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ 2 ആഴ്ചക്കുള്ളിൽ പലിശയടക്കം 5 ലക്ഷം രൂപ അടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യുന്നു. അമ്മയുടെ മോനോട് ഞങ്ങളെ രക്ഷിക്കാനൊന്ന് പറയമ്മ. അമ്മ പറഞ്ഞ അമ്മയുടെ മകൻ കേൾക്കും, എനിക്ക് ഉറപ്പുണ്ട് അമ്മ. എന്താടാ ഇത്? അച്ഛോ, എന്റെ വീട് പോവാ നിൽക്കുക, ജപ്തി ചെയ്യാൻ പോവാ. ഈ അമ്മയോടൊന്ന് പറഞ്ഞ് എന്റെ വീടൊന്ന് രക്ഷിക്കച്ചോ. മാതാവായ നമ്മുടെ അമ്മ അപേക്ഷിച്ച ആരെയും നേവരെ ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. നീ അമ്മയോട് പറഞ്ഞതൊക്കെ അമ്മ തീർച്ചയായും മോനോട് പറയും. ഞാനും എന്റെ ഭാര്യയും ഞങ്ങളുടെ മോളും കൂടിയതാ എന്റെ കുടുംബം. അച്ഛൻ അറിയാലോ, മകളെ ഡിഗ്രി വരെ പഠിപ്പിച്ചു. ഒരു ജോലിക്കായി ഒത്തിരി നോക്കി, മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. വിളിച്ചതും കേട്ടതുമായ ഇന്റർവ്യൂവിനൊക്കെ പോയി. ആരും ഞങ്ങളെ ഗൗനിച്ചില്ല. ഒടുവിൽ അവളെ കല്യാണം കഴിച്ചു വിട്ടു. അതിനായി ലോൺ എടുത്തത്. അന്നും മാതാവിനോട് പ്രാർത്ഥിച്ചു, ലോൺ തിരിച്ചടയ്ക്കാനും വഴി കാണിച്ചു തരണേന്ന്. എന്നും തിരുമുമ്പി വന്ന് പോയി പ്രാർത്ഥിക്കും, സങ്കടം പറയും. എന്നിട്ടിപ്പോ നീ ധൈര്യമായിട്ട് വിശ്വാസത്തോടെ വീട്ടിലേക്ക് പോടാ. അമ്മയിലൂടെ ഈശോ നിന്റെ കുടുംബത്തെ രക്ഷിക്കും, ഉറപ്പായിട്ട്. നീ ധൈര്യമായിട്ട് പോ. ഈ ജപ്തിയുടെ കാര്യം നിന്റെ ഭാര്യയോട് പറഞ്ഞാ? ഞാനെങ്ങനെ അവളോട് പറയച്ച? ഞങ്ങൾ ഇനി എങ്ങടെ പോവാ? അച്ഛൻ പറയേ. നീ വിശ്വാസത്തോടെ വീട്ടിൽ പോയിക്കോ. അമ്മയിലൂടെ ഈശോ നിന്റെ കുടുംബത്തെ രക്ഷിക്കും, ഉറപ്പാ. ആരാ? ഞാനേ ജോസുട്ടിയാ. പണ്ട് ഇവിടുന്ന് വീട് വിറ്റു പോയില്ലേ, ചേലപ്പുറത്തെ ജോയിയുടെ മോനാ. എന്റെ അപ്പന്റെ സ്വത്തിലേ ഏറിയ ഭാഗം കൈക്കലാക്കിയവനാ നിന്റെ അപ്പം പൈലി. പിന്നെ വീട് വിട്ടിട്ട് എങ്ങോട്ടാ പോയി? പിന്നെ ഇതുവരെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്താ ഈ വരവന്റെ ഉദ്ദേശം? നിന്റെ അപ്പന്റെ പോലെ ഇനിയും ഞങ്ങളെ പറ്റിക്കാനാണോടാ? കഴിഞ്ഞ ആഴ്ച അപ്പച്ചൻ മരിച്ചു. മരിക്കുന്നതിന് മുമ്പ് ഈ പൊതി എൻ്റെ കയ്യിൽ തന്നിട്ട് ഇവിടെ വന്ന് ചേട്ടനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. ഇതെന്താ ഇത്? മരിക്കുന്നതിന് മുമ്പ് അപ്പന് മാനസാന്തരം വന്നു. ചേട്ടൻ്റെ അപ്പനിൽ നിന്ന് എൻ്റെ അപ്പൻ തട്ടിച്ചെടുത്ത പൈസയുടെ വിലയത്. ചേട്ടാ, ഞാൻ പോവാ. എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. മോനെ, ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ കുടിച്ചിട്ട് പോ. നമ്മുടെ മോള് ലൂസിയെ വിളിക്കണേ. എന്താ മോളെ? അപ്പച്ച, ഞാൻ ലൂസി മോളാ. ഇപ്പൊ സന്തോഷാർത്ഥി ഉണ്ട്. നമ്മുടെ ബാങ്കിലെ ക്ലർക്ക് റിട്ടയർഡായി. അതിന് പകരം വെച്ചിരിക്കേണ്ടത് തന്നെയാ. 2 വർഷം മുമ്പ് കൊടുത്ത അപേക്ഷയാ. ഇപ്പോഴാണ് ശരിയായത്. നാളെ ജോയിൻ ചെയ്യണം. അതെ, നീ ജോലിക്ക് പോണതിന് മുന്നേ ഇവിടെ ഒന്ന് വന്നിട്ട് പോണം. എന്താ അപ്പച്ച അത് ഇത്ര വലിയ വിശേഷം? അതൊക്കെ ഇവിടെ ഉണ്ട്, നീ വന്നിട്ട് പറയാം. ശരി, വരാം. ഞങ്ങൾക്ക് ധൃതിയുണ്ട്, നീ ഫോൺ വെച്ചോ. ഈ അതിൽ കൊണ്ടുവച്ചിട്ട് നീ വാതിലടയ്ക്ക്, വണ്ടിയിൽ കയറ്. എങ്ങോട്ടാ? അതൊക്കെ ഞാൻ പറയാം. നന്ദി പറയണം, പരിഭവിച്ചതിന് മാപ്പ് പറയണം.
ഞങ്ങളുടെ കുടുംബത്തിന്റെ വിഷമത്തിൽ പങ്കുകൊണ്ട് കാനായിലെ കല്യാണ വിരുന്നിലെ കുടുംബത്തെ രക്ഷിച്ച പോലെ ഞങ്ങളുടെ കുടുംബത്തെയും അമ്മയുടെ മോനോട് പറഞ്ഞ് രക്ഷിച്ചതിന്, ഞങ്ങൾ അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. മാതാവേ, താരാട്ടുപാടി ഉറക്കിയ കൈകളിൽ വാരിപ്പുണർന്നൊരാ തൃക്കൈകളിൽ